മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനന്ത് വാതിലടച്ചതും മഹാലക്ഷ്മി കർട്ടൻ്റെ മറന്നീക്കി വരികയാണ് കേട്ടോ. ഞാൻ പേടിച്ചു കണ്ണേട്ടൻ പറയുന്നത് കേട്ടിട്ട് എന്നിങ്ങനെ പറയണ്. ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി കൂടെ താൻ കേട്ടില്ലേ എന്ന് ചോദിക്കുക. ഞാൻ കേട്ടു, അതാണ് പിന്നെ ഒരു സമാധാനമായത് എന്ന് മഹി പറയണ്. താനേ ഏതോ ഒരു ഡ്രൈവറിൻ്റെ കൂടെ പോയി എന്നാണ് അവർ പറയുന്നത് എന്ന് പറയണ് കേട്ടോ. ഓ ഭയങ്കരം തന്നെ, രണ്ടിൻ്റെയും അഭിനയം അപാരം തന്നെ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അവർ തോമസ് വൈദ്യരെ കാണാൻ പോവുകയാണ് കേട്ടോ. തോമസ് വൈദ്യരുടെ അടുത്ത് പോയതും പണിക്കാരൻ വന്ന് പറയുന്നുണ്ട്, രണ്ടാൾ കാണാൻ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അത് കണ്ണൻ്റെ ആൾക്കാരാണ് എന്നിങ്ങനെ പറയുമോ. തോമസ് വൈദ്യർ പറയുമോ ഇവരിവിടെയും എത്തിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് രണ്ടുപേരും കൂടിയിട്ട് വരികയാണ്. രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ ഞങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. കർക്കിടക മാസമൊക്കെ അല്ലേ, ഞങ്ങളുടെ കണ്ണൻ ഇവിടെ കിടക്കണുണ്ട്. പറഞ്ഞില്ലേ ജോലിക്കാരൻ ഞങ്ങളുടെ കണ്ണനെ? പറഞ്ഞില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറയണം. മഹാലക്ഷ്മി അത് മോശമാണ്, ഒരു ഡ്രൈവറുടെ കൂടെ പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം. മഹാലക്ഷ്മി നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിത്രീകരിക്കേണ്ട, അവൾ നല്ലൊരു പെണ്ണാണ് എന്നിങ്ങനെ പറയാണ്. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ണൻ കഴിവില്ലാത്തവൻ്റെ കൂടെ എത്ര കാലം ഇരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു പെണ്ണല്ല അവൾ, മഹാലക്ഷ്മി പതിവ്രതയായ പെണ്ണാണ്. അത് കാരണം അവളെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊന്ന അവരെ അവൾ വെറുതെ വിടില്ല എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപനം മുത്തശ്ശി മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയോ, കന്യകയായ പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ അവളെ കൊന്നവരെ അവൾ വെറുതെ വിടില്ല. അങ്ങനെ നമ്മൾ പഴയ മനകളിലൊക്കെ കേൾക്കുന്നില്ലേ, ആ മനകൾ പിന്നീട് അതേപോലെ നശിച്ചു പോവാറാണ് പതിവ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അവരുടെ മുഖം അങ്ങനെ വളരെ വെളുത്തു പോവുകയാണ് കേട്ടോ. പിന്നീട് ഡോക്ടർ പറയണ്ട, നമ്മൾ ഈ വിഷയം സംസാരിക്കാനല്ലല്ലോ വന്നത്, നിങ്ങൾ ഇന്ന് വന്ന കാര്യം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ കർക്കിടക മാസമല്ലേ, എന്നെ ഒരു ആൾ അടിച്ച് പരവത്താക്കി, മേലൊക്കെ ഭയങ്കര വേദനയാണ്, അതുകൊണ്ട് അതൊന്ന് ചികിത്സയ്ക്ക് ഒഴിയാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപനെ കൈപിടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ മുത്തശ്ശിയെയും പറയുന്നുണ്ട്. മുത്തശ്ശി പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയണം. നിങ്ങൾക്കും കുഴപ്പമുണ്ട് എന്നിങ്ങനെ പറയണം. എന്തായാലും ശരി, അവിടെ റൂം ഒഴിവുണ്ട്, നിങ്ങൾ രണ്ടുപേരും അവിടെ കിടക്കുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മിയും കണ്ണനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും കണ്ണേട്ടാ, ഞാനിവിടെ ഇരിക്കുന്നത് സേഫല്ല, അവരേത് സമയത്ത് വേണമെങ്കിലും വരും എന്നിങ്ങനെ പറയണം. അത് ശരിയാണ്, താൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, അമ്മയുടെ അടുത്തേക്ക് പോയി ഇരുന്നോളൂ എന്നിങ്ങനെ പറയണം. മഹിക്കും അത് തന്നെയാണ് ആഗ്രഹം, അമ്മ അവിടെ തനിച്ചാണല്ലോ, അമ്മയുടെ കൂടെ ഇരിക്കുകയും ചെയ്യാലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഡോർബെല്ലടിക്കുകയാണ്. ഡോർബെല്ലടിക്കുമ്പോൾ ലേഖയായിരിക്കും അത്, അനന്തേട്ടൻ പോയപ്പോൾ ലേഖ വന്നതാണ് എന്നിങ്ങനെ പറയണം. ലേഖ വന്നു കഴിഞ്ഞതും മഹി പറയാണ്, എന്തായാലും ശരി, ഞാൻ മാർക്കോ പുറത്തുണ്ടോ ചോദിക്കണം. ഉണ്ട് എന്നിങ്ങനെ പറയും. കണ്ണൻ പറയും, ഞാനിവനോട് പോയിക്കോളാൻ പറഞ്ഞതല്ലേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ പറയേ. അവൻ പോയിട്ടും വന്നിട്ടും അവൻ നിൽക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹി മാർക്കോയുടെ കൂടെ കാറിലേക്ക് പോവുകയാണ്. അതേസമയം ലേഖ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവരെയൊക്കെ പീഡിപ്പിച്ച് കൊല്ലണം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ദുർഗ ഉണ്ണിയോട് ചായ കുടിക്കുമ്പോൾ പറയണം, എടാ മോനെ, നീ ആ MD കസേരയിൽ കമ്പനിയിലേക്ക് പോകണം, കണ്ണനുമില്ല മഹാലക്ഷ്മിയും അവിടെ ഇല്ല, നീ വേണം ആ MD കസേരയിൽ ഇരിക്കാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. ഇനി അവനെ ഒന്നിനും പറ്റില്ലടാ, അവനൊരു ജഡമായിട്ട് വരികയാണ്. അവൻ്റെ ഭാര്യ മരിച്ചതറിഞ്ഞിട്ട് അവനൊരു ജഡമായിട്ടാണ് ഇനി വരിക. അവനൊന്നും പറയാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും ഇനി നീ വേണം ചെയ്യാൻ. നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നീ ആ പ്രതാപം നമുക്ക് ഇനിയും കൊണ്ടുവരണം, അതുകൊണ്ട് നീ പോകണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഉണ്ണിക്ക് മനസ്സോടെയാണ് കണ്ണേട്ടനെ എന്ത് പറയും എന്നിങ്ങനെ വിചാരിക്കും. അവനൊന്നും പറയില്ലടാ, അവനെ കണ്ണേട്ടനെ അവിടെ തന്നെ ഇരുന്നാൽ മതി, എല്ലാവരുടെയും ക്യാമറകളാണ്, സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ള കണ്ണേട്ടനാണ് എന്നിങ്ങനെ പറയണം. നീ അതൊന്നും കരുതണ്ടടാ, നീ എന്തായാലും പോയി MD കസേരയിൽ ഇരിക്കണം, പോയി ഇന്ന് പോയതിന് ശേഷം നാളെ ജോലിക്കാരോട് ഞാൻ വരും എന്ന് പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. കരുണയും പറയണം. അതേസമയം ഇനി അങ്ങനെ പേടിച്ചിരിക്കേണ്ട, എല്ലാ സ്വത്തുക്കളും രണ്ടുപേർക്കുമായിട്ട് തന്നെ എടുക്കണം, എന്തായാലും ഉണ്ണിയേട്ടൻ പോയി ഇരിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മോഹിനി ഇങ്ങനെ അടുക്കളയിൽ പാചകം ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മഹി ഓടി വന്നിട്ട് കണ്ണു പൊത്തുകയാണ് കേട്ടോ. അതേസമയം മോഹിനിക്ക് പെട്ടെന്ന് തന്നെ അറിയണം കേട്ടോ, ആ മോളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. മോള് വന്നോ, മോളെ എങ്ങനെയാണ് വന്നത് എന്ന് ചോദിക്കും. ഞാൻ മാർക്കോ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി അങ്ങനെ വന്നതാണ് എന്നിങ്ങനെ പറയാം. അവരിവിടെ ഇല്ല, നിനക്ക് എന്ത് ധൈര്യമായിരുന്നു മോളെ ഇങ്ങോട്ടേക്ക് വരാൻ എന്ന് ചോദിക്കണം. അവരെ ഏതോ കാട്ടിലൊരു അമ്പലത്തിലേക്ക് പോയിരിക്കണം പ്രേതത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയണം. അവർ അതൊക്കെ പോയി ഒഴിവാക്കിയതിന് ശേഷം വൈദ്യരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. വൈദ്യരുടെ അടുത്ത് അവരുണ്ട്, അവിടെ റൂം എടുത്തിരിക്കുന്നത് 2 ദിവസം ചികിത്സിക്കാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി പറയും, ഞാൻ എന്തായാലും എൻ്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം ഇരുന്നോട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തായാലും കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക അമ്മ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഉള്ള ഭക്ഷണം എടുത്തിട്ട് അവർ കഴിക്കാൻ റെഡിയായി ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു കാറ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. കാറ് വന്നതേ മഹി പറയും, ആരോ വന്നിട്ടുണ്ടല്ലോ അമ്മ എന്നിങ്ങനെ ഞാൻ നോക്കി വരാമെന്ന് പറഞ്ഞതിന് ശേഷം
മഹി പുറത്ത് വന്ന് നോക്കുമ്പോൾ കരുണി ഉണ്ണിയായിരിക്കണ്ട. മഹി ആകെ പേടിച്ച് പോവുകയാണ് കേട്ടോ. അതിനുശേഷം അമ്മയുടെ അടുത്ത് പറയും, അമ്മേ ഞാൻ മുകളിൽ എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് പറയാണ്. മോഹിനി ആകെ പേടിച്ച് വാതിൽ തുറക്കുകയാണ് കേട്ടോ. എന്താ നിങ്ങൾ പറയാതെ വന്നത് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അമ്മ ഏടത്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ ചോദിക്കുകയാണ്. ഒരു വിവരം അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മോഹിനി ആകെ വളരെ വെളുത്തിരിക്കണം കേട്ടോ. കരുണി ഉണ്ണി മുഖത്തോട് മുഖം അങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ടോ എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതേസമയം മുകളിലെ റൂമിൽ മഹാലക്ഷ്മി ആകെ ഭയപ്പാടോട് കൂടിയിട്ട് ഇരിക്കുകയാണ്.